എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങൾ +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ +2ൻ്റെ മാർക്ക് ഇന്ന് രാത്രി 11 മണി വരെ, അതായത് 11:59 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് കൊടുക്കുക, ആക്സസ് കോഡ് കൊടുക്കുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ ഈ ഒരു മാർക്ക് എൻറ്റർ ഫോർ ENGG അത് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2ൻ്റെ രജിസ്റ്റേർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങളുടെ ഡാറ്റാസ് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു മാർക്ക് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു വന്നിട്ടുള്ള മാർക്ക് കറക്റ്റാണ് എന്ന് പരിശോധിച്ച് അത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്താൽ മതിയാകും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാർക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത്, അതായത് എൻ്റർ ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾ ഈ ഒരു മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു +2ൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി PDF ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് ഇവിടെ 29-ാം തീയതി വന്നിട്ടുള്ള ഈ ഒരു സർക്കുലറിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അതായത് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് എന്നിവയും, കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി എന്നിവയുടെ മാർക്കും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്നുള്ളൊരു മെനു ഐറ്റം കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ +2 പരീക്ഷയുടെ മാർക്ക് ആ ഒരു രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഒരു ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ ലഭ്യമാകും, അത് കാണാൻ പറ്റും. അപ്പോൾ വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം +2ൻ്റെ അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ഷീറ്റ് PDF ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകതകൾ ഇല്ലാത്തതും ആയിരിക്കണം. അതുപോലെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട്, യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ച ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയായിട്ടോ വിദ്യാർത്ഥികൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ +2ൻ്റെ മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.